ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ്. ഐറ്റത്തിന്റെ പേര് ചോക്ലേറ്റ് പ്രെറ്റ്സൽസ് എന്നാണ്. ഇതിന്റെ ഒറിജിൻ ജർമ്മനിയിലാണ്. അപ്പൊ അവര് സാധാരണ ഇത് എണ്ണയിലൊക്കെ മുക്കി പൊരിച്ച് ആ ഒരു രീതിയിൽ ഉണ്ടാക്കല്. പക്ഷെ ഞാനിത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ആദ്യമായിട്ട് വേണ്ടത് 100 ഗ്രാം മൈദ, 25 ഗ്രാം ചോക്ലേറ്റ് പൗഡർ, അൺസ്വീറ്റൻഡ്, മധുരം ഇല്ലാത്തത്, അത് ഏകദേശം 3 ടേബിൾ സ്പൂൺ വരും, 2 മുട്ട, 90 ഗ്രാം പഞ്ചസാര, 90 ഗ്രാം റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ, അത് അൺസോൾട്ടഡ് ആണ് വേണ്ടത്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഒരു നുള്ളുപ്പ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയും ചോക്ലേറ്റ് പൗഡറും ഉപ്പും നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പോവാം. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കണം. ഒരു 2 പ്രാവശ്യം അരിച്ചാലും കുഴപ്പമില്ല. എല്ലാം ഈവണായിട്ട് എല്ലായിടത്തും മിക്സ് ആവണം. നമ്മളിതൊരു 3 പ്രാവശ്യം ഇപ്പോൾ അരിച്ചു കഴിഞ്ഞു. നല്ല ഈക്വലായിട്ട് ഈവണായിട്ട് എല്ലായിടത്തും വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഈ ബട്ടർ ബീറ്റ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇതിലേക്ക് ഈ പഞ്ചസാര ഇടാൻ പോകുന്നത്. ഇത് മുഴുവൻ ഇടാൻ പാടില്ല. നമുക്ക് ലാസ്റ്റത്തേക്ക് കുറച്ച് പഞ്ചസാര ആവശ്യമുണ്ട്. അപ്പൊ അന്നേരം ഇടാൻ വേണ്ടി നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ഫുൾ മുട്ട ആഡ് ചെയ്യാം. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്. ആ മുട്ടയുടെ മണമൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ മുഴുവനും ചേർക്കാം. ആദ്യം ഒരു പോർഷൻ ഇട്ടു. ഇനി നമ്മളിത് ഒന്ന് കുഴച്ചെടുക്കാൻ പോവാം. നീഡ് ചെയ്യൊന്നും വേണ്ട, ഒരു ഉണ്ടയാക്കി എടുക്കുക. ഒരു ക്ലീൻ ഫിലിം എടുത്ത്, ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫിലിം എടുത്ത് അതിനകത്തേക്ക് വെക്കുക. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഫ്രീസറിലാണ് വെക്കണമെങ്കിൽ 30 മിനിറ്റ്, അരമണിക്കൂർ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന അത് നല്ല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ലോണം വയസ്സായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉണ്ടാക്കണം. ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കണ അത്ര വലുത് വേണ്ട, അതിനേക്കാളും ചെറുത്. നല്ല ഭംഗിയായിട്ട് ഉരുട്ടിയെടുക്കുക. തണുപ്പ് രാജ്യങ്ങളിൽ കുഴപ്പമില്ല, ഇവിടെ നല്ല ചൂടാണേ. അപ്പം ഞാനിത് ഐസ് ക്യൂബ്സ് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് ഞാൻ ഈ കുഴയ്ക്കണ ബോൾസ് മുഴുവൻ ഇതിനകത്തേക്ക് ഇടുക. 25 ബോളുകളാണ് നമുക്ക് കിട്ടിയേക്കണേ. നമ്മൾ പരത്താൻ പോകും. ഞാൻ ഇവിടെ ഒരു സ്കെയിൽ വെച്ച് 10 ഇഞ്ച് അളന്ന് വെച്ചിട്ടുണ്ട്. 15 അല്ലെങ്കിൽ 25 സെന്റിമീറ്റർ. അത് നമ്മളിനി ഈ ഇതിൽ വുഡിൽ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഒരു റോപ്പാക്കി എടുക്കണം. പൊട്ടിപ്പോവാതെ പതുക്കെ പതുക്കെ പതുക്കെ. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴേക്കും ചിലപ്പോൾ പൊട്ടിയേക്കും. 10 ഇഞ്ചായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇത് നമ്മുടെ ഈ ട്രേ ആണ് നമ്മൾ ഓവനിൽ വെക്കാൻ പോണത്. ഇതിലിങ്ങനെ ഒരു പേപ്പറിൽ വരച്ച് വെക്കുക. നമ്മൾ ഏത് ഷേപ്പിലാണോ ഈ പ്രെറ്റ്സൽസ് ഉണ്ടാക്കാൻ പോണേന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഈ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെന്റ് പേപ്പർ വയ്ക്കുക. എന്നിട്ടിത് നമ്മൾ ഈ പരത്തിയത് എടുത്തിട്ട് പതുക്കനെ നടുക്കുന്നാണ് തുടങ്ങേണ്ടത്. ഇതിങ്ങനെ കൊണ്ടുവന്ന് ഷേപ്പാക്കി ഇവിടെ കൊണ്ടുവന്ന് അത് ഒട്ടിക്കുക. നമ്മൾ ഓരോന്നും പരത്തിയെടുക്കണം. നമ്മളിത് എല്ലാം 25 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഇപ്പം 16 നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നിന്ന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പതുക്കെ എടുത്ത് മാറ്റുക. ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉണ്ണി മാറ്റിയിട്ട് വെള്ളം മാത്രം എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തിട്ട് ചെറിയ ബ്രഷും വെച്ച്
ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ ബ്രഷ് ചെയ്തതിൻ്റെ മുകളിലേക്ക് പതുക്കനെ കുറച്ച് പഞ്ചസാരകൾ ഇങ്ങനെ സ്പ്രിങ്കിൾ, അതിനാണ് നമ്മൾ കുറച്ച് പഞ്ചസാര നേരത്തെ എടുത്തു വെച്ചത്. ഇങ്ങനെ ഇതിൽ സ്റ്റിക്ക് ചെയ്യണ പാകത്തിൽ, അതിന് വേണ്ടിയിട്ടാണ് അത് ബ്രഷ് ചെയ്തതും. കുറേശ്ശെ എടുത്തിട്ട് നല്ലൊരു കടിക്കാൻ നല്ല സുഖം ഉണ്ടായിരിക്കും. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. 190 ഡിഗ്രിയിൽ ചൂടാക്കി ഇടണം. 190 ഡിഗ്രിയിൽ പ്രീ ഹീറ്റായ ഓവൻ നമ്മൾ 10 മുതൽ 12 മിനിറ്റ് വരെ നമ്മൾ വേവിക്കണം. നമ്മളപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് എടുക്കാൻ പോവാണ്. ഞാനൊരു 12 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കിയിരുന്നു. അപ്പൊ അത് എനിക്കത് സാറ്റിസ്ഫൈഡ് ആയില്ല. ഞാനൊരു 3 മിനിറ്റ് കൂടി വെച്ചു. 15 മിനിറ്റ് ആണ് അപ്പൊ ഇതിന്റെ കുക്കിംഗ് ടൈം ആയത്. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഓവന്റെ അതിന്റെ ഹീറ്റ് പ്രത്യേകത അനുസരിച്ചിരിക്കും കുക്കിംഗ് ടൈം. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് പ്രെറ്റ്സൽസ് റെഡി ആയിട്ട് ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനു മുന്നേ ഞാൻ ഈ ചായയൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഒഴിച്ചു വെക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ആരും വിളിക്കാം. ഇതിന്റെ പേരെന്താണ്? പ്രെറ്റ്സൽസ്. ചോക്ലേറ്റ് പ്രെറ്റ്സൽസ്. ചോക്ലേറ്റ് പ്രെറ്റ്സൽസ്. ഓക്കെ. ജർമ്മനിക്കാരത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രെഡിന്റെ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നുമല്ലല്ലോ ഉണ്ടാക്കിയത്. നമ്മളിതൊരു ബിസ്ക്കറ്റിന്റെ രൂപത്തിൽ ഉണ്ടാക്കിയത്. അപ്പൊ കഴിച്ചു, ചായ കൂട്ടി കഴിച്ചു. പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിന്റെ ഹൃദയമാണോ? ശരിക്കും കണ്ടോ ഹൃദയം. സൂപ്പറാട്ടോ. കടറാ മുടറാന്നുണ്ട്. നല്ല ബിസ്ക്കറ്റിന്റെ ആ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലത്തെ തകർത്തൊക്കെ ഉണ്ട്. ചായക്ക് പറ്റിയ സാധനം ഉണ്ടാക്കി കഴിക്കണോട്ടോ. എന്നിട്ട് അഭിപ്രായം പറഞ്ഞോളൂ. വെരി ഗുഡ്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. കൊച്ചു പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമാണ് ചോക്ലേറ്റ് കൊണ്ട് എന്തുണ്ടാക്കിയാലും പിള്ളേർ കഴിച്ചോളും. നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇത് കുറച്ച് ഉണ്ടാക്കി വെക്കുക വീട്ടില്. പിള്ളേർക്ക് 4 മണി പലഹാരമായിട്ട് അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇനി ആരെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഓടി വരാം. Till then, bye. Bye.